രഞ്ജി ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായി കേരളം ഫൈനലിലെത്തിയ ആഘോഷത്തിലാണ് കേരളത്തിലെ ക്രിക്കറ്റ് ലോകം. പ്രിയപ്പെട്ട ക്യാപ്റ്റൻ, കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ക്യാപ്റ്റൻ സച്ചിൻ ബേബി നമ്മുടെ കൂടെയുണ്ട്. സച്ചിനോട് ചോദിക്കാം, സച്ചിൻ എങ്ങനെയുണ്ടായിരുന്നു മത്സരം? കാരണം സച്ചിൻ എപ്പോഴും ഒരു ചരിത്ര നേട്ടത്തിലാണ്. ആദ്യമായിട്ട് ഫൈനലിലെത്തിച്ച ക്യാപ്റ്റൻ, അതുപോലെ തന്നെ സെമിയിൽ 2 തവണ കേരളത്തെ എത്തിച്ച ക്യാപ്റ്റൻ. എങ്ങനെ നോക്കുന്നു ആ ടൂർണമെൻറ്റും ഇതും എല്ലാം കൂടി? അല്ല, ശരിക്കും ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. കാരണം എല്ലാത്തിൻ്റെയും ആ ഒരു എത്തുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ ഒരു പാട്ടാവാൻ സാധിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ അതൊരു കുറേ കാലത്തെ ഒരു എഫേർട്ടിൻ്റെ ഫലമായിട്ട് തന്നെയാണ് നമ്മൾ ആ ഈ ഒരു പൊസിഷനിലൊക്കെ നമ്മൾ എത്തുന്നത്. അപ്പോൾ അതിൻ്റെ വലിയൊരു ക്രെഡിറ്റ് നമ്മുടെ കേരള ക്രിക്കറ്റ് അസോസിയേഷനെ കൊടുക്കണം. കാരണം നമുക്ക് തരുന്ന ഒരു സപ്പോർട്ട്, നമുക്ക് തരുന്ന ഫെസിലിറ്റീസ്, ആ ഒരു ടൈം എല്ലാം ഭയങ്കര എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു 15 കൊല്ലത്തെ ഒരു എഫേർട്ടിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ കഴിഞ്ഞ ക്വാർട്ടർ ഫൈനലും സെമി ഫൈനലൊക്കെ എത്തിയത്. ഇപ്പോൾ നമ്മൾ ഫൈനലും എത്തിയത്. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു സ്റ്റാർട്ടായിട്ട് മാത്രമാണ് നമ്മൾ കാണുന്നത്. ഇനിയും കുറേ മത്സരങ്ങൾ കളിച്ച് ഇനിയും നമ്മൾക്ക് ആ ഒരു ചാമ്പ്യൻഷിപ്പിനുള്ള സ്വപ്നം, ആ ഒരു ജേർണിയിൽ നമ്മൾ ഇനിയും നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. സച്ചിൻ്റെ ഫൈനലിലാണ് സച്ചിൻ്റെ സെഞ്ചുറിക്കായി ഞങ്ങൾ എല്ലാവരും കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ആ 98 റൺസും കരുൺ നായരുടെ ക്യാച്ചും എല്ലാം കൂടി ഒരു സച്ചിൻ്റെ ഒപ്പം തന്നെ നമ്മളെല്ലാം ഒരു തകർന്ന നിമിഷമായിരുന്നു അത്. അതെങ്ങനെ ആ ഒരു നിമിഷത്തെ ഇപ്പോഴും എങ്ങനെയാണ് സച്ചിൻ ഓർത്തെടുക്കുന്നത്? അല്ല, അത് നമുക്ക് ഒരു വിഷമം തരുന്നൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ആരും ഒരു ഔട്ടാവാൻ വേണ്ടി ഒരു ഷോട്ട് നമ്മൾ കളിക്കത്തില്ല. പക്ഷെ നമുക്ക് നമുക്ക് അതിൻ്റെ ഒരു വിക്കറ്റ് ഒരു ക്രൂഷ്യലായെന്ന് വെച്ചാൽ ക്രൂഷ്യലായി തന്നെയായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് തോന്നിയ എന്താ പറയുക, ഒരു ബ്രെയിൻ ഫെഡഡ് മൊമെൻറ്റ് തന്നെയായിരുന്നു. പക്ഷേ എന്തായാലും അത് നമ്മൾ, കാരണം ഗെയിമാണ്, മിസ്റ്റേക്സ് പറ്റും. അപ്പം ഇങ്ങനത്തെ ഒരു ഫൈനലിൽ ആ ഒരു മിസ്റ്റേക്ക് പറ്റിയതിൽ ഭയങ്കര സങ്കടമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കത് കുറ്റം പറയാൻ ആൾക്കാർ ഭയങ്കര ഈസിയാണ്. അപ്പം കുറേ തെറ്റുകൾ, കാരണം ഇങ്ങനത്തെ ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റുകൾ വരുത്തുന്ന ടീം ഒരു ചാൻസ് കുറവായിരിക്കും. ഇപ്പോൾ വിദർഭേനേക്കാളും കൂടുതൽ മിസ്റ്റേക്സ് നമ്മൾ കേരള ടീം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എല്ലാം, കാരണം ആസ് എ ലീഡർ നമ്മൾ എപ്പോഴും വിശ്വസിക്കുന്ന കാര്യം, നമ്മൾ കളി ജയിക്കുമ്പോൾ നമുക്കൊരു ക്രെഡിറ്റ് കിട്ടുമ്പോഴത്തേക്കും, അതുപോലെ തന്നെ കളി നോക്കുമ്പോഴും ആ ഒരു ബ്ലെയിം നമ്മൾ ആസ് എ ക്യാപ്റ്റൻ എടുക്കണം. അപ്പോൾ അത് 100% എൻ്റെ ഒരു ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതെല്ലാം ആ മിസ്റ്റേക്സൊക്കെ മറികടന്ന് നമ്മൾ ഇനി വരും സീസണിൽ ആ മിസ്റ്റേക്സൊക്കെ മറികടന്ന് നമ്മൾ തീർച്ചയായിട്ടും നല്ലൊരു മാച്ചസിന് വേണ്ടി നമുക്ക് പറയാം. നമുക്ക് അപ്പോൾ ഒരു ഫൈനലിൽ വരെ എത്തിയ ഒരു ജേർണി നമുക്കറിയാം. ആ ഒരു റോഡ് എങ്ങനെയാണ് നമ്മൾ ടേസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതെല്ലാം മറികടന്ന് നമ്മൾ നന്നായിട്ട് നല്ല രീതിയിൽ തിരിച്ചു വരും. സച്ചിൻ ഏത് ഫോർമാറ്റിലും കളിക്കാവുന്ന പ്ലെയറാണ്, ഏത് ഫോർമാറ്റിലും കളിക്കാറുണ്ട്. പക്ഷേ അതിൽ ഇപ്പോഴാണെങ്കിൽ KCL, ഇപ്പോൾ തൊട്ട് മുമ്പ് കിടന്ന കേരള ക്രിക്കറ്റ് ലീഗിലാണെങ്കിലും സച്ചിനാണ് കൊല്ലം എരിസേലസ് ചാമ്പ്യനായി, അതിലും സച്ചിനായിരുന്നു ക്യാപ്റ്റൻ. അപ്പോൾ ഒരു ക്യാപ്റ്റൻ്റെ മികവ് എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഇതിൽ എങ്ങനെയായിരുന്നു പ്ലാനിങ്, അങ്ങനെ എന്തെങ്കിലും? അല്ല, നമ്മളെപ്പോഴും ആ ഒരു സ്വപ്നം തന്നെയാണ് ആസ് എ ക്യാപ്റ്റൻ ഓരോ ചാമ്പ്യൻഷിപ്പ് നേടുക എന്നുള്ളൊരു ഒരു കാര്യം. അപ്പോൾ അതിൻ്റെ ഒരു ഗോഡ് ബ്ലെസ് പോലെയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം നമുക്ക് ഒറ്റ ഒരു ചിന്തയുള്ളൂ. കാരണം നമുക്ക് ആ ഒരു കേരളത്തിനൊരു ചാമ്പ്യൻഷിപ്പ് അല്ലെങ്കിൽ ഒരു കപ്പ് കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഏത് ടൂർണമെൻറ്റ് കളിക്കുമ്പോഴും നമ്മൾ കളിക്കുന്നത് ആ ഒരു ട്രോഫി നേടാൻ തന്നെയാണ്. അപ്പോൾ അതിൽ ഇതൊരു ടീം ഗെയിമാണ്. അപ്പോൾ എല്ലാവരും ആ ഒരു ഒരുമിച്ച് ഒത്തൊരുമയോടെ കളിച്ചാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഇത് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ പാസ്റ്റ് കളിക്കുമ്പോൾ നമ്മുടെ കേരള ടീം വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷത്തിൽ നമ്മൾ ഒരു വൈറ്റ് ബോളിൽ തന്നെ 8 ടൂർണമെൻറ്റിൽ 6 തവണ നമ്മൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും നമ്മൾ ആ ഒരു ക്വാർട്ടർ ഫൈനലിൽ വെച്ച് നമ്മൾ മിസ്സാവുന്ന ഒരു സ്റ്റേജാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇത്തവണ നമ്മൾ ഒരു ഫൈനൽ വരെ എത്താൻ സാധിച്ചു. അപ്പോൾ അതൊക്കെ വലിയൊരു അതിൻ്റെ ഒരു പാട്ടാവാൻ സാധിച്ചതിൽ ഭയങ്കര ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ് പറയാൻ പറ്റും. ഇതുവരെയാണെങ്കിൽ ഈ ടൂർണമെൻറ്റിലുടനീളം ഒരു മത്സരം പോലും തോറ്റിട്ടില്ല, ഒരു മത്സരം പോലും പരാജയപ്പെടാതെയാണ് ഇപ്പോൾ കേരളം തിരിച്ചു വന്നിരിക്കുന്നത്. എത്ര വന്നാലും ഇനി എങ്ങനെയാണ് അടുത്ത കപ്പ്, രഞ്ജി കപ്പ് നേടുന്നുള്ള ഒരു ഉറച്ച ലക്ഷ്യത്തോടു കൂടി തന്നെയല്ലേ? നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയാണ്. നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ചാമ്പ്യൻഷിപ്പ് നേടി, നമ്മളിപ്പോൾ വന്ന കുഞ്ഞു ട്രോഫിയെ പോയി നമ്മൾ സെമി ഫൈനൽ കഴിഞ്ഞാൽ പറഞ്ഞതാണ്, നമ്മളെല്ലാവരോടും വിഷ്വലൈസ് ചെയ്യണം ആ ഒരു കപ്പ് നമ്മൾ നേടണം എന്നുള്ള കാര്യം. ഇപ്പോൾ നമ്മളൊരു കളി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഫണ്ണി രീതിയിൽ പറഞ്ഞു, നിങ്ങൾ കപ്പ് കണ്ടു, പക്ഷേ കപ്പ് വന്നു, പക്ഷേ കപ്പിൻ്റെ സൈസ് കുറച്ച് കുറവായി പോയി എന്നുള്ളൊരു കാര്യം. അപ്പം അത് ജോക്സ് അപ്പാർട്ട് നമുക്ക് വലിയ വിഷമമുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ എന്നാലും നമ്മൾ ഇനിയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു കപ്പിനായിട്ടുള്ള ഒരു ജേർണിയിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യും. പക്ഷേ ഈ ടൂർണമെൻറ്റ് എന്ത് വന്നാലും ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു പുതുശക്തിയായിട്ട് കേരളം ഒരു ജ്വലിച്ചു വരുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിലൊരു ക്യാപ്റ്റൻ എന്നുള്ള ഒരു ക്രെഡിറ്റും കൂടി സച്ചിനുണ്ട്. അതിൽ എന്താ പറയാനുള്ളത് അതിനെപ്പറ്റി? അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, എല്ലാവരുടെയും ഒരു ആഗ്രഹം തന്നെയാണ് ആ ഒരു ചാമ്പ്യൻഷിപ്പ് നേടുക എന്നുള്ളൊരു കാര്യം. അപ്പം ഞാൻ 2 വർഷം ഞാൻ IPL ഫൈനലിൽ കളിച്ചിട്ടുണ്ട്. അപ്പോൾ 2 വർഷവും നമുക്ക് അത് നേടുന്ന വിഷമം നമുക്കറിയാം എങ്ങനെയാവുന്ന കാര്യം. അപ്പോൾ അതിന് നമ്മൾ പഠിച്ചൊരു കാര്യം, ഫസ്റ്റ് 2016 നമ്മൾ ആ ഒരു ഫൈനലിൽ നമ്മൾ തോറ്റപ്പോഴും പറഞ്ഞു, ഞാൻ ഭയങ്കര സാഡായിരുന്നു ആ സമയത്ത്. പക്ഷെ അന്ന് നമുക്ക് വിരാട് കോഹ്ലി ആയിക്കോട്ടെ, ഈവൻ ക്രിസ് ഗെയിൽ ആയിക്കോട്ടെ, അവരൊക്കെ വന്ന് പറഞ്ഞൊരു കാര്യമാണ്, ഇതൊരു ജേർണിയാണ്, ദർ വിൽ ബി അപ്സ് ആൻഡ് ഡൗൺസ് എന്നുള്ള കാര്യം. അപ്പോൾ ആ സമയത്ത് നമ്മൾ അതന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും.
സംഭവിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ അഫക്റ്റ് നമ്മുടെ കമ്മിങ് മാച്ചസിലും അത് അഫക്റ്റ് ചെയ്യും. കാരണം ഇതാണ് ക്രിക്കറ്റ്. കാരണം ഒരു ടീം ജയിക്കണം, ഒരു ടീം തോക്കണം എന്നുള്ള കാര്യം. അപ്പം ആസ് എ ക്യാപ്റ്റൻ എനിക്ക് എപ്പോഴും ആ ഒരു പ്രൗഡാണ് നമ്മുടെ കേരള ടീം പെർഫോം ചെയ്യുമ്പോഴത്തേക്കും. കാരണം ഈ ഒരു ടീം എപ്പോഴും ഒരു ഇമോഷണലിൽ കളിക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ചാമ്പ്യൻഷിപ്പ് നേടണം എന്ന് തന്നെയാണ് ഇനിയും എൻ്റെ ആഗ്രഹം. അപ്പോൾ ഒരു ടൂർണമെൻറ്റിൽ ഒരു മത്സരം പോലും പരാജയപ്പെടാതെയാണ് കേരളം ഇപ്പോഴെത്തിയിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ ക്യാപ്റ്റനും സച്ചിൻ ബേബി പറഞ്ഞതുപോലെ തന്നെ അടുത്ത രഞ്ജി കപ്പ് കേരളം നേടുന്നതിന് നമുക്ക് പ്രതീക്ഷിക്കാം, നമുക്ക് ആശംസിക്കാം. ക്യാമറമാൻ ബിച്ചു പൂവച്ചലിനോടൊപ്പം AP സജിഷ, കൈരളി ന്യൂസ്.